നമസ്കാരം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ വേഗത്തിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്നതും ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഏലാഞ്ചി. ഏലാഞ്ചി പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ലവ് ലെറ്റർ എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ ഇതിനെ മയ്യത്തപ്പം, മുട്ടക്കൊഴലപ്പം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കുന്നതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട, 1 കപ്പ് വെള്ളം, 1.5 കപ്പ് മൈദ. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ടേസ്റ്റ് മൈദയ്ക്കായിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിക്സിയിൽ തന്നെ ചെയ്യണമെന്നില്ല, ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ മാവ് പോലെ അല്പം ലൂസ് ആയിരിക്കണം. ഓരോ സ്ഥലത്തും കിട്ടുന്ന മൈദയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. വെള്ളം കൂടിപ്പോയാൽ അല്പം കൂടി മൈദ ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളം കുറഞ്ഞു പോയാൽ അല്പം കൂടി വെള്ളം ചേർക്കുക. ഇനി ഏലാഞ്ചിക്കകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കിയ കാഷ്യൂനട്ട് ചേർത്ത് ഇളക്കുക. പിന്നീട് കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് ഇളക്കുക. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് ഉണക്കമുന്തിരിയും ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കുക. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര, അതായത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. 3 ഏലക്ക പൊടിച്ചത്, ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടാവും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനോ ദോശക്കല്ലോ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ തൂക്കുക. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു തവി ഉപയോഗിച്ച് അല്പം മാവെടുത്ത് ദോശയൊക്കെ പരത്തുന്നത് പോലെ വളരെ കനം കുറച്ച് പരത്തുക. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവും. ഏകദേശം 30 മുതൽ 45 സെക്കൻഡ് നേരം വരെ ആവുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴേക്കും ഇതിന് മുകളിലുള്ള വെള്ള കളറ് മാറി നല്ല മഞ്ഞ കളറായി മാറും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. രണ്ടാമത്തെ സൈഡും വീണ്ടും 30 സെക്കൻഡ് നേരം വേവിക്കുക. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നീട് വീണ്ടും അടുത്തതിനുള്ള മാവ് ഒഴിച്ച് പരത്തി ചുട്ടെടുക്കുക. ഇതാവുന്ന സമയം കൊണ്ട് ആദ്യം തയ്യാറാക്കിയതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൽ ഫില്ലിങ് വെച്ച് ചുരുട്ടിയെടുക്കണം. അതിനായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇതുപോലെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെക്കുക. നടുക്ക് വെക്കരുത്, ഇതുപോലെ ഒരു സൈഡിലേക്ക് വേണം വെക്കാൻ. ഇനി 2 കൈയും ഉപയോഗിച്ച് ഇത് ടൈറ്റായിട്ട് ഒന്ന് ചുരുട്ടുക. ഒരു പ്രാവശ്യം റോൾ ചെയ്ത ശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ അകത്തേക്ക് മടക്കുക. അകത്ത് വെച്ച ഫില്ലിങ് കയ്യിലെടുത്ത് കഴിക്കുമ്പോൾ പുറത്ത് ചാടി പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മടക്കി ലോക്ക് ചെയ്യുന്നത്. വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടി ചുരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഏലാഞ്ചി അഥവാ മുട്ടക്കുഴലപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ചുട്ട് ഫില്ലിങ് വെച്ച് ചുരുട്ടിയെടുക്കുക. നമ്മൾ തയ്യാറാക്കിയ മാവ് കൊണ്ട് മീഡിയം വലുപ്പത്തിലുള്ള 8 ഏലാഞ്ചി ഉണ്ടാക്കാൻ സാധിക്കും. ഏലാഞ്ചി ചെറു ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഇതിന് മുകളിൽ അല്പം തേൻ ഒഴിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ലവ് ലെറ്റർ ഒന്ന് തയ്യാറാക്കുക, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.